അപ്പാർട്ട് ഫ്രം ദി ബോഡി നമ്മൾ ഫേസിൽ ഒരുപാട് കോസ്മെറ്റിക് സർജറീസ് ഒക്കെ ചെയ്യുന്നൊരു സമയമാണത്. ഡോക്ടറിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്ന എന്ത് പ്രൊസീജിയറിനാണ്? ഫേസ് ആണല്ലോ ഏറ്റവും ആദ്യം നമുക്ക് അപ്പിയർ ചെയ്യുന്ന ഒരു പോർഷൻ. അതാണല്ലോ ബ്യൂട്ടിയുടെ ഏറ്റവും പ്രൈം കൺസെപ്റ്റ് ടു റിഫ്ലക്റ്റ്. അപ്പം ഇതിൽ മുകളിൽ നിന്ന് താഴെ തുടങ്ങാം. ലൈക്ക് പീപ്പിൾ കം ഫോർ ഹെഡ് റിഡക്ഷൻ, ഇപ്പോൾ ഫ്രോണ്ടൽ ഹെയർ ലൈൻ കുറച്ച് താത്താൻ വേണ്ടി. അപ്പോൾ അത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ സർജിക്കലി ആ എക്സസ് സ്കിൻ റിമൂവ് ചെയ്തിട്ട് ഫ്രോണ്ടൽ ഹെയർ ലൈൻ നമുക്ക് കുറച്ചും കൂടി താഴ്ത്തി വയ്ക്കാം. ഇല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് പോലത്തെ പ്രൊസീജിയർ വെച്ച് ചെയ്യാം. കമ്മിങ് ഡൗൺ, ബ്രോ, ചിലരുടെ ബ്രോ കുറച്ച് സാഗി ആയിരിക്കും, അത് ലിഫ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ, ബ്രോ ലിഫ്റ്റ് പ്രൊസീജിയർ. പിന്നെ കൺപോളയുടെ സർജറി, ബ്ലെഫറോപ്ലാസ്റ്റിക് പ്രൊസീജിയർ. മൂക്കിന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സർജറിയാണ് റൈനോപ്ലാസ്റ്റിക് സർജറി. അതുപോലെ കുറച്ച് വോളിയൂം കൂട്ടാൻ വേണ്ടി ചീക്ക് ഓഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയർ, ചീക്ക് ഫില്ലേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യാം. ചെവിക്ക് ഷേപ്പ് ചെയ്യുന്ന സർജറിയാണ് ഓട്ടോപ്ലാസ്റ്റി. പിന്നെ അതേപോലെ ലിപ്പ് ലിഫ്റ്റ്, ലിപ്പിൻ്റെ ചെറിയ തിന്നോ, പ്രായം കൂടുമ്പോൾ തിന്നാകുമ്പോൾ അത് കുറച്ചും കൂടെ ലിഫ്റ്റ് ചെയ്യാനുള്ള ലിഫ്റ്റ് സർജറി. ലിപ്പ് ചിലരുടെ വലിപ്പം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള ലിപ്പ് റിഡക്ഷൻ സർജറി. ലിപ്പ് ഫില്ലേഴ്സൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ സൈസ് കൂട്ടാൻ വേണ്ടിയുള്ള സർജറീസ്. അതേപോലെ നെക്ക് കോണ്ടൂറിങ് സർജറീസ്, ഇപ്പം ചിമ്മിനും കുറച്ചും കൂടെ സൈസ് കൊടുക്കുന്ന ചിൻ ഇംപ്ലാന്റ് സർജറീസ്. പിന്നെ പ്രായമുള്ള മാറ്റം ഫേസിൽ വരുന്നത്, അപ്പം അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സർജറിയാണ് ഫേസ് ലിഫ്റ്റ്, നെക്ക് ലിഫ്റ്റ് ഒക്കെ. ദീസ് ആർ ഇൻ ജനറൽ മോസ്റ്റ് കോമൺലി ഡൺ പ്രൊസീജിയേഴ്സ്. In generally we can change a person's whole features. Yes, definitely it can be done. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യം റൈനോപ്ലാസ്റ്റി, നമ്മുടെ മൂക്കിന്റെ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന അതിന്റെ ബേസിക് പ്രൊസീജിയർ എന്താ? വാട്ട് ഡു യു സജസ്റ്റ് ടു ദി പേഷ്യൻസ്? കാരണം എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഈ നമ്മൾ ബ്രീത്തിങ്ങിലൊക്കെ ചേഞ്ച് നമുക്ക് വരില്ലേ? സോ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ? അപ്പം മൂക്കിന് നമ്മുടെ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന കംപ്ലയിൻറ്റ് പറയുന്ന മൂക്കിൻ്റെ വലിപ്പം കൂടുതലായിട്ടാണ്. അപ്പോൾ വലിപ്പം കൂടുതലായിട്ട് അവർ മോസ്റ്റ്ലി വരുന്നതെന്ന് വെച്ചാൽ മൂക്കിന് ഹമ്പായിട്ടാണ്, ഹംപ് നോസായിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ പാലം, മൂക്കിനെ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെപ്റ്റം എന്ന് പറയും, ആ പാലത്തിൽ ചിലപ്പം ഒരു വളവ് ഉണ്ടാകും, അതുകൊണ്ട് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകും. അപ്പോൾ മൂക്കിൻ്റെ ഭംഗി ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രൊസീജിയറാണ് റൈനോപ്ലാസ്റ്റി. അതിൻ്റെ കൂടെ തന്നെ പാലത്തിൻ്റെ കറക്ഷനും കൂടെ ചെയ്യുമ്പോൾ സെപ്റ്റോപ്ലാസ്റ്റി എന്ന്. അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് ചെയ്യുമ്പം അതിൻ്റെ ഭംഗിയും ഇമ്പ്രൂവ് ചെയ്യാം, അതിൻ്റെ ഒരു ഫങ്ഷണൽ ബ്രീതിങ് ആസ്പെക്റ്റും ബെറ്റർ ആക്കാൻ സാധിക്കുന്നതാണ്. ചിലരുടെ മൂക്കിൻ്റെ പാലത്ത് ചിലപ്പോൾ ഒരു കുഴിഞ്ഞിരിക്കുന്ന പോലെ ആകും. അതിന് കുറച്ച് സൈസൊക്കെ കൂട്ടി കുറേ കൂടെ ഒരു നോർമൽ ബെറ്റർ അപ്പിയറിങ് അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ താഴത്തെ ടിപ്പിൻ്റെ കംപ്ലയിൻസ് അധികം വരും. ചിലരുടെ ടിപ്പ് വളരെ വലുതായിട്ടുള്ള, ഇപ്പോൾ ബോക്സി നോസ് ഓർ ബൾബസ് നോസ് ടിപ്പ് എന്ന് പറയും. അപ്പോൾ അതിനൊക്കെ ചെറുതാക്കിയിട്ട് കുറേ കൂടെ നല്ല അപ്പിയറൻസ് കൊടുക്കാൻ പറ്റും. വീതി ചിലരുടെ കൂടുതലുണ്ടെങ്കിൽ അതിനെ കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ദിസ് ഓൾ പ്രൊസീജിയേഴ്സ് ഒരു റൈനോപ്ലാസ്റ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ പലരെയും നമ്മൾ കളിയാക്കി പറയുന്നതാണ് ഈ ആനച്ചെവിയാണെന്ന് പറയുന്നത്. അത് ഓട്ടോപ്ലാസ്റ്റി ഡോക്ടർ പറഞ്ഞ പോലെ അതും ഇത്തരം പ്രൊസീജിയർ തന്നെയാണോ? ഓട്ടോപ്ലാസ്റ്റി ചെവിയുടെ ഷേപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ ചിലരുടെ ചെവി വലിപ്പം കാണും, അല്ലെങ്കിൽ തള്ളി മുമ്പിലോട്ട് നിൽക്കും. അപ്പോൾ അതിന് നമ്മൾ ഒരു പ്രൊസീജിയർ, ചെറിയ സർജിക്കൽ പ്രൊസീജിയർ വഴി ഡേ കെയറുള്ള ഒരു ചെറിയ മുറിവുണ്ടാക്കിയിട്ട് അതിന് സ്റ്റിച്ച് വഴി അതിന് വീണ്ടും ഒരു പൊസിഷനിലാക്കി നോർമൽ ഒരു ഭംഗി ഉള്ള ഒരു അപ്പിയറൻസ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ റൈനോപ്ലാസ്റ്റി ചെയ്യുന്നുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ഡോക്ടർ? കാരണം നമുക്ക് നോർമൽ ഒരു സർജറി, എന്ത് കോസ്മെറ്റിക് സർജറി പോലെ ഇതിനൊരു പ്രൊസീജിയർ ഉണ്ടാവും. എസ്പെഷ്യലി ഇറ്റ്സ് കണക്റ്റഡ് ടു ബ്രീതിങ് ആൻഡ് ഓൾ. ദാറ്റ്സ് എ ഡെയിലി തിങ് ദാറ്റ് വി ഡു. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണ്? ഇപ്പോൾ റൈനോപ്ലാസ്റ്റി നമ്മൾ ഇപ്പോൾ ഓരോ ആൾക്ക് ഓരോ ഡിഫോമിറ്റി ആയിരിക്കും, മൂക്കിനുള്ള വ്യത്യാസം കാണും. അപ്പോൾ അവർ ചെയ്യുന്നത്, പിന്നെ ഓവറോൾ നമ്മൾ ഫേസിന് ചേരുന്ന ഒരു മൂക്കാണോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതൊരു പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ചെറിയ കറക്ഷൻ, മൈനർ പ്രൊസീജിയറായിട്ട് മൈനർ റൈനോപ്ലാസ്റ്റി, ഇപ്പോൾ ടിപ്പ് മാത്രമൊക്കെയാണ്, അല്ലെങ്കിൽ വീതി കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള, അതൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ പ്രൊസീജിയർ, ഈവൻ ലോക്കൽ അനുസരിച്ച് ആ ഒരു ഭാഗം മരവിപ്പിച്ചിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ കെയർ പ്രൊസീജിയറോ അല്ലെങ്കിൽ 1 ഡേ പ്രൊസീജിയറായിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ചിലർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു മേജർ റൈനോപ്ലാസ്റ്റി. ചിലപ്പോൾ അവരുടെ മൂക്കിൻ്റെ ഷേപ്പ് വലിപ്പമുണ്ടെങ്കിൽ അത് കുറയ്ക്കണം, പാലത്തിന് വളവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ ടിപ്പിൻ്റെ പ്രോബ്ലം, അതിൻ്റെ വീതി കൂടുതലാണെങ്കിൽ അതൊക്കെ കറക്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു മേജർ പ്രൊസീജിയറായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ ഒരു ജനറൽ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയുള്ള ഫിറ്റ്നസ് ടെസ്റ്റും എല്ലാം ചെയ്തിട്ടും ആണ് ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 or 2 days ഹോസ്പിറ്റലൈസേഷൻ കാണും. ഇതിന് വേണ്ടി ചിലപ്പം മൂക്കിന് ഒരു പ്രൊട്ടക്ഷനായിട്ടൊരു സ്പ്ലിൻറ്റ് പോലെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പ്ലിൻറ്റ് വയ്ക്കും. അത് കുറച്ച് നാൾ, ഒരു 2 to 3 weeks ചിലപ്പം ഇടാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പം സ്കിന്നിനൊരു ചെറിയ നീര് കാണും. ആ നീരൊക്കെ ഏകദേശം ഇനീഷ്യലി ഒരു 50 to 60% ഒരു 3 weeks
ടൈമിലൊക്കെ കുറയും. എന്നാലും റെസിഡ്യൂൽ ബാക്കിയുള്ള നീരൊക്കെ കുറയാൻ ചിലപ്പോൾ 3 months to 6 months ടൈം, ചിലപ്പോൾ 1 year വരെ എടുക്കാനുണ്ടാവും. അപ്പോൾ ആ ഒരു റിക്കവറി ടൈം ഇതിലുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നമ്മൾ പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു 1 year ഒക്കെ എടുക്കും ഒരു ഫൈനൽ റിസൾട്ട് വരാൻ.